തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് ഹരികുമാറിനെ പ്രേരിപ്പിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കുഞ്ഞിന്റെ കരച്ചിൽ പ്രതി ഹരികുമാറിന് അരോചകമായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുകയാണ്. മീര, കൊലപാതകത്തിന്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതലായുള്ള പരാമർശങ്ങൾ? സൂചിപ്പിച്ച പോലെ തന്നെ കൊലപാതകത്തിലേക്കുള്ള കാരണത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രാഥമികമായുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ സഹോദരിയോടുള്ള, അതായത് കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ അമ്മയുമായുള്ള വിരോധമാണ് ഹരികുമാർ ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം തന്നോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നെന്നും കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ നൽകുന്നു എന്നുള്ളതും പ്രതിക്ക് അരോചകമായി തോന്നി. കുഞ്ഞിന്റെ കരച്ചിൽ പോലും പ്രതിക്ക് അരോചകമായി തോന്നി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പരസ്പര ബന്ധം അടക്കം ഈ സഹോദരി ഹരികുമാറിനെ വിലക്കിയതും വിരോധത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇതാണ്. സഹോദരിമാര് കുഞ്ഞിന്റെ അമ്മയുമായുള്ള വിരോധം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പ്രതി നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയം മുന്നെയാണ് കുട്ടിയുടെ അമ്മ ശ്രീജുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ വെച്ച് എസ്.പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ തുടക്കം മുതൽ സംശയിച്ചതുപോലെ തന്നെ ഈ സഹോദരനുമുള്ള ബന്ധവും ഈ സഹോദരിയോടുള്ള വെറുപ്പ്, സഹോദരിയോടുള്ള വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രുചീഷ്. ശരി മീര.